ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്ഗു ചാനൽ. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തു, ഷെയർ ചെയ്തു. ധനഞ്ജയ് ശങ്കർ ആദ്യമായി സംവിധാനം ചെയ്ത് ഫാഹിം സഫറും നൂറുൻ ഷെരീഫും എഴുതി ജനപ്രിയ നായകൻ ദിലീപ് മുഖ്യവേഷത്തിലെത്തുന്ന പുതിയ ചിത്രമാണ് ഭ ഭ ഭ ഭയം ഭക്തി ബഹുമാനം. കേന്ദ്ര കഥാപാത്രങ്ങളായി കൂടെ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരെത്തുന്നു. അതിലുൾപ്പെടെ ദ റിയൽ ഒ ജി മോഹൻലാൽ ലാലേട്ടിൽ കൂടെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആൻഡ് ആ സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടാണ്, അതാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പൊ ദിലീപേട്ടൻ്റെ ആ ടൈമും ഈ ട്രെയിലർ റിലീസ് ചെയ്യുന്ന ടൈമും ഒരു 1.5 ടൈമാണ്. സോ നമുക്ക് പൊളിക്കാം. വാ ഗൈസ്, അപ്പോൾ വളരെ വെയിറ്റ് ചെയ്തിരുന്ന ട്രെയിലറാണ്. കറക്റ്റ് ടൈമിന് തന്നെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ 1 മിനിറ്റ് 50 സെക്കൻഡോളം ഉണ്ട് ട്രെയിലർ. ദിലീപ് ട്രെയിലർ. ദിലീപേട്ട തന്നെ ഇങ്ങനെ കൈവച്ചുകൊണ്ട് വിരൽ വെച്ചുകൊണ്ടിരിക്കുന്ന പോസ്റ്ററാണ് ആ ട്രെയിലർ പിക്ക്. അപ്പോൾ വാ ഗൈസ്, ട്രെയിലർ സ്റ്റാർട്ട് ടു എൻഹാൻസ്. നമസ്കാരം. ഗോകുലൻ ഗോപാൽ മനസ്സിലാക്കാം, കാരണം ഇപ്പൊ ഈ നാട്ടിൽ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. കറക്റ്റ്, ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇപ്പൊ ആ ഡയലോഗ് കറക്റ്റാണ്. ഇപ്പൊ ഈ നാട്ടിലെ മുക്കിലും മൂലയിലും വരെ എൻ്റെ മുഖചിത്രമാണ്. ഇപ്പൊ ഈ നാട്ടിലെ മുക്കിലും മൂലയിലും സംസാരം എൻ്റെ സംസാരമാണ്. ഇപ്പൊ ഈ നാട്ടിൽ മുക്കിലും മൂലയിലും ആരാണ് ചർച്ചാ വിഷയം? അത് ദിലീപ് ഏട്ടനാണ്. ഞാൻ പറഞ്ഞില്ലേ, ട്രെയിലറിൽ അവർ ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള വരികളോ ഡയലോഗുകളോ വന്ന കേറും. ഇപ്പൊ ഓറടിച്ചതുകൊണ്ട് നമ്മൾ ഒരാളുടെ തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തണ്ണിമത്ത കെട്ടിയും പോലെ Welcome to the world of Mars. I will take you to the miraculous universe of the most wanted person you are searching for. എല്ലാരും ഉണ്ട്. റെഡി മീൻസില് ഇത് കലക്കിന്ത്യാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ആ ഇതുവരെ തന്നെ ആ ട്രെയിലർ നല്ല പീക്കായിട്ട് പോകുന്നുണ്ട്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. ആ പഴയ ഓറ തിരിച്ചു വന്ന് ആ ഒരു കേസിന്റെ ശേഷമുള്ള അതാണെന്ന് തോന്നുന്നു. ആ ഒരു പഴയ ഒരു ഓറ വന്ന് സിനിമ മുമ്പ് എടുത്താലും ട്രെയിലർ ഇപ്പൊ കണ്ടപ്പോ ആ ഒരു ഓറ കിട്ടിയതുപോലെ. ജനങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി ആർപ്പുളിക്കണം. ഓ അവന്റെ ഷോയ്ക്ക് ഞാൻ കാർട്ടനിടും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. ഓ പൊളി പൊളി കേട്ടാ ആ എലവേഷൻ. ഞാൻ പറഞ്ഞില്ലേ, ഇതും എന്തായാലും ആ കേസും കാര്യങ്ങളായിട്ട് റിലേറ്റ് ആ ഡയലോഗായിട്ടൊക്കെ സിനിമ ഡയലോഗാണ്. പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ആ സിനിമയും കേസിന്റെ വിധി തീർപ്പും ഇപ്പൊ പെട്ടെന്ന് നടന്നുകൊണ്ട് അത് മുന്നിലേക്ക് നടന്നു വരും. ആ ഒരു ഓർമ്മ വരും. ഇപ്പൊ കണ്ട നിനക്ക് നിന്റെ എല്ലാവരും നിന്റെ കൂടെ ഉണ്ടാവണം, നിനക്ക് എല്ലാവരും എതിര് പറഞ്ഞാലും. അപ്പോൾ ആ ഒരു എലവേഷൻ, എന്നിട്ട് ആ സ്കോറും കൊള്ളാം. ആ എലവേഷൻസ്, ആ സ്കോർ ഈ ട്രെയിലർ ഇപ്പൊ ഇതുവരെ വന്നതിന് സ്കോർ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. സത്യം താൻ കടമേ ചെയ്യും. അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ, അവനും അണ്ണനും അണ്ണ ആരെല്ലാം അറിയാലോ, ഓജി ഒറിജിനൽ ഗാങ്സ്റ്റർ. ഇത് കത്തും ഇല്ലേ, കത്തിക്കും. അതൊരു 1.5 കാലമായിരുന്നു. മതിയാ கொஞ்சம் வேணுமா? ഓ ഗൈസ്, ഇപ്പോഴാണ് ഒരു പീക്ക് സാധനം കിട്ടിയത്. ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞു, ലാലേട്ടനെ അവരും അഴിച്ചുവിടാൻ ടൈമുണ്ട്, അതും കൂടെ ഇറക്കി വിട്ടാൽ പടത്തിന്റെ ആ മൊത്ത ഡബിൾ ഹൈപ്പും വരുമെന്ന്. ഇപ്പൊ ഈ ട്രെയിലറിൽ ദിലീപ് ഏട്ടന്റെ ആ പഴയ ആ ഓറ കിട്ടില്ലാനായിട്ട് ലാസ്റ്റ് ആ രക്തമൊന്നും വെച്ച് ആ സിഗരറ്റൊക്കെ വലിച്ചിട്ട് എന്തു വരവാണ് ദിലീപ് ഏട്ടൻ വരുന്ന. ഒരു രക്ഷയില്ല. ഒരു ഭയങ്കര സ്വാഗ്, ഭയങ്കര ആറ്റിറ്റ്യൂഡ്, ഭയങ്കര സ്ക്രീൻ പ്രസൻസ്. ഒരു രക്ഷയില്ല. സ്വാഗ് ഒരു രക്ഷയില്ല. ലാലേട്ടൻ വന്ന് ഞാൻ പറഞ്ഞതാണ്, ലാലേട്ടൻ വന്നൊക്കെ
ഇത് തിയേറ്റർ പൂരപ്പറമ്പാവും, സംശയമൊന്നുമില്ല. എന്താ രണ്ടുപേരും ഒരുമിച്ച് ബൈക്കിൽ പോകുന്നു, രണ്ടുപേരും ഒരുമിച്ച് സിഗരറ്റ് വലിക്കുന്നു, രണ്ടുപേരും ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നു, രണ്ടുപേരും ഒരുമിച്ച് ഫൈറ്റ് ചെയ്യും. അത് ഉറപ്പാണ്. തളപതി വിജയ് റെഫറൻസ് ഏതെന്നറിയോ? ഇന്നടെ പോതുമാ ഇന്ന് കുഞ്ച വേണമാ, ആ പാട്ടിട്ട് ഫൈറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞത് തളപതി പാട്ടിൽ ഒരു ഫൈറ്റ് ഉണ്ടാവുന്നു, മിക്കവാറും അതെന്നാണ് തോന്നുന്നത്. അതാണ് ലാസ്റ്റ് പറയുന്നത്, ഇന്നടെ പോതുമാ ഇന്നും കൊഞ്ചം. ഇത് 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 കാലൊക്കെ ഒരു ഇപ്പൊ ഞാൻ ഇതില് മ്യൂസിക് ഷാൻ റഹ്മാനാണ്, ഒറിജിനൽ സ്കോർ ചെയ്യുന്ന ഗോപി സുന്ദറാണ്. അപ്പൊ അവര് ഇങ്ങനെ മ്യൂസിക്കിന് മാറ്റമൊക്കെ വരുത്തിയത് എന്തായാലും നല്ലത് തന്നെയാണ്. മ്യൂസിക് ഈ ട്രെയിലറിനോട് നല്ല പീക്കായിട്ട് മ്യൂസിക് പോകുന്നുണ്ട്. ആ എലിവേഷൻ, ആ ഒരു സെന്റി സീനിലായാലും മാസ് സീനിലായാലും മൊത്തത്തിൽ ട്രെയിലർ മൊത്തം ഈ ഒരു നെഗറ്റീവും പറയല്ല ട്രെയിലറിൽ. പട്ടക്ക് ട്രെയിലർ, വേറെ ലെവൽ ട്രെയിലർ, ഒരു രക്ഷയില്ലാത്ത ട്രെയിലർ. ഓ ലാസ്റ്റ് ലാലേട്ടൻ വന്ന് എന്തോന്ന് ലാലേട്ടൻ്റെ രണ്ടുപേരും ചേർന്ന് തീർക്കാൻ പറ്റാത്ത റെക്കോർഡൊന്നും പിന്നെ മലയാള സിനിമയിൽ ഇല്ല. ആ ഒരു പഴയ കംബാക്കും കൂടെ ആവണമെങ്കിൽ പൊട്ടിത്തെറിക്കും ബോക്സ് ഓഫീസ്, അമ്മാതിരിയായിരിക്കും. കാരണം അണ്ണനും പിള്ളയും അനിയനും ചേട്ടനും ചേർന്നുള്ള അവസ്ഥ അറിയാമല്ലോ, ചേർന്നിട്ടുണ്ട് ഇതിൽ. ഗ്രേറ്റ് കംബാക്ക് ആയിരിക്കും പടം, വേറെ സംശയമൊന്നുമില്ല. ട്രെയിലർ കണ്ട് സത്യം ഫസ്റ്റ് സെക്കൻഡ് ഉണ്ട്, ആ ഒരു 1:50 ഉണ്ട്. ആ ഫസ്റ്റ് സെക്കൻഡ് തൊട്ട് ലാസ്റ്റ് സെക്കൻഡ് വരെ പീക്ക് ട്രെയിലർ, ഒരു ഫ്ലോയും ഇല്ല. ഫുൾ എന്റർടൈനിങ് ട്രെയിലർ, മാസ് ട്രെയിലർ, കൊമേഴ്ഷ്യൽ ട്രെയിലർ, കിട്ടില്ല ട്രെയിലർ. ഈ റീസെന്റ് ആയിട്ട് മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് ട്രെയിലർ ബബ്ബ ഈ ട്രെയിലറാണ്, അതിൽ വേറെ സംശയമൊന്നുമില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് ട്രെയിലർ ബബ്ബയിലെ ഈ ട്രെയിലറാണ്, അതിൽ വേറെ സംശയമൊന്നുമില്ല ഗൈസ്. കാരണം ലാസ്റ്റ് 10-20 സെക്കൻഡ് ഉണ്ട് ലാലേട്ടിൽ കൂടെ വരുന്നത്, അത് പീക്ക്, അത് പീക്ക്. എന്ത് അത് രണ്ടുപേരും ഒരുമിച്ച് ഡാൻസ്, രണ്ടുപേരും ഒരുമിച്ച് സിഗരറ്റ് വലി, രണ്ടുപേരും ഒരുമിച്ച് കാറിൽ വരവിൽ ഫൈറ്റ്, രണ്ടുപേരും ഒരുമിച്ച്. അപ്പോൾ 1-2 സീനല്ല ഗൈസ്, സീന് കുറേ ഉണ്ട്. പടം കത്തും. രണ്ടുപേരും നിങ്ങൾ ആലോചിച്ച് നോക്ക്, തിയേറ്ററിൽ അതും FDFS പോരാന്ന് കാണുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വന്ന് നിൽക്കുന്ന ഒരു സീന് സ്ക്രീനിൽ, തിയേറ്റർ പൂരപ്പറമ്പ്. അതും പോരാതില്ല, മസ്റ്റ്. ഇതിൽ എനിക്ക് തോന്നുന്ന ഇന്ധനട പോതുമായി ഇന്നും கொஞ்சம் ഇത് അപ്പടി പോടി സോങ് ഇട്ടിട്ട് ഒരു ഫൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അപ്പടി പോടി സോങ്ങിൽ വില്ലന്മാരുടെ ഇടത്തിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ട്. എന്തായാലും തളപതിയുടെ എന്തോ ഒരു സാധനം ഉണ്ട്, അതും കൂടെ ഇതിൽ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാലും ദിലീപ്, മോഹൻലാൽ, തളപതി 3 പേര് കറങ്ങി അങ്ങനെ ഒരു ആ വൈബ് കിടിലനായിട്ട് ക്രിയേറ്റ് ആവും. ഓ എനിക്ക് എന്ത് പറയണമെന്ന് പറഞ്ഞൂടെ, കിടിലൻ ട്രെയിലർ. ഞാൻ സത്യം കുറേ നാളായിട്ട് ഇത്രയും ഒരു നല്ല ട്രെയിലർ കണ്ടിട്ട്. പക്ക കിടിലൻ ട്രെയിലർ, ഫസ്റ്റ് സെക്കൻഡ് കൊണ്ട് ലാസ്റ്റ് സെക്കൻഡ് വരെ സൂപ്പർ ട്രെയിലർ. അല്ല ദിലീപ് ആ പഴയ ഓറ, സ്ക്രീൻ പ്രസൻസ്, ആ കോമഡിയുള്ള ആ നോട്ടം, അതെല്ലാം വന്നിട്ടുണ്ട്. ഇങ്ങനെ തോക്കും വെച്ചിട്ട് രക്തമായിട്ടിരിക്കുന്ന സീൻ, എന്ത് സീന്. പിന്നെ ആ വെടി വെക്കുന്ന സീൻ, ഇങ്ങനെ ഒപ്പോ, പിന്നെ സിഗരറ്റ് വലിച്ചുകൊണ്ട് ആ തോക്കും വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സീന്, എന്ത് സീൻ അതൊക്കെ, ഒരു രക്ഷയില്ല. നോ ലോജിക്, ഓൺലി മാഡ്നെസ്. മിക്കവാറും സിനിമയിൽ അത് തന്നെ ആയിരിക്കും. കണ്ട് നല്ല എന്റർടൈൻ ചെയ്യാനുള്ള ഒരു എന്റർടൈൻമെന്റ് പടമാണ് വരാൻ പോണ മലയാളത്തിൽ. അതും ഇവർ തമ്മിൽ ഉള്ള ആ സ്ക്രീൻ പ്രസൻസും ഒരുമിച്ചുള്ള സീൻസൊക്കെ വരുമ്പോൾ ട്രെയിലറിൽ തന്നെ കണ്ടപ്പോൾ എന്ത് ചാമാണ് രണ്ടുപേരും. കറക്റ്റ് അണ്ണനും അനിയനും പോലെ. മോഹൻലാൽ ഫ്രണ്ടിൽ നടക്കുന്നു, ദിലീപ് പുറകിൽ നടക്കുന്നു, ഒരുമിച്ച് സിഗരറ്റ് വലി, വണ്ടിയിൽ ഡാൻസ്, കറക്റ്റ്. ആ ഡാൻസ് ഒക്കെ മിക്കവാറും സിനിമയിൽ വേറെ ലെവലായിരിക്കും, തിയേറ്റർ അലുമ്പായിരിക്കും. അപ്പൊ ഈ തിയേറ്റർ വേറെ ലെവല് ട്രെയിലർ കേട്ടാ, ഒരു രക്ഷയില്ലാത്ത ട്രെയിലർ. സത്യം ഞങ്ങൾക്ക് ഈ ട്രെയിലർ അടിച്ച് കയറും. ഈ ട്രെയിലറുടെ ഹൈപ്പിൽ പടത്തിന്റെ ആ ലെവൽ കൂടും. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ട്രെയിലറും കൂടെ വന്നു കഴിഞ്ഞാൽ ബബ്ബയുടെ ഹൈപ്പ് കൂടാൻ പോവുകയാണ്. ഈ സിനിമയിൽ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസനും കൂടെ ഉണ്ട്, പിന്നെ അശോക് ഉണ്ട്, പിന്നെ സാൻഡി മാസ്റ്റർ ഉണ്ട്. ആൻഡ് ഈ സിനിമ ധനഞ്ജയ് ശങ്കറുടെ ആദ്യ സംവിധാനം കൂടെയാണ്. കണ്ടുമൊക്കെ എങ്ങനെയായിരിക്കും പടം വരുന്നതെന്ന്. ആൻഡ് ഗോകുലം ഗോപാലൻ ചേട്ടൻ പിന്നെ ഇപ്പം ഉള്ള എല്ലാ പടവും ചേട്ടന്റെ കയ്യിലാണ്. ഇതിപ്പോ ഷാറുഖ് ഖാന്റെ കിങ് സിനിമയും സൗത്ത് ഇന്ത്യയിൽ തന്നെ ഡിസ്ട്രിബ്യൂഷന് ഗോകുലം ഗോപാലനിൽ കിട്ടിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അമ്മാതിരി സാധനങ്ങളൊക്കെ കാണും. ജവാനും ഗോകുലം ഗോപാലനാണ് ഡിസ്ട്രിബ്യൂഷനിൽ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതും ഷാറുഖ് ഖാന്റെ ഡങ്കി, പിന്നെ അതുപോലെ ഇപ്പൊ കിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്ട്രിബ്യൂഷൻ സൗത്ത് ഇന്ത്യ മുഴുവനായിട്ട് കിട്ടിയിരിക്കുന്നത് ഗോകുലം ഗോപാലൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് ഈ സിനിമ വേറെ ലെവലായിരിക്കും. കറക്റ്റ് പ്യുവർ ആ വാക്ക്
നോ ലോജിക് ഓൺലി മാഡ്നസ്. ആൻഡ് ഫൈൻ സഫർ നൂറുൻ ഷെരീഫ് അവരാണ് എഴുതിയിരിക്കുന്നത്. നോക്കാം അവരെന്താണ് എഴുതിയിരിക്കുന്നതെന്ന്. പക്ഷെ രണ്ടുപേരും പൊളിക്കും. ലാലേട്ടനും ദിലീപും ഏട്ടനും കിടന്ന് അതിൽ വേറെ സംശയമൊന്നുമില്ല. ആൻഡ് ഷാൻ റഹ്മാന്റെ മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ചെയ്യാൻ ഗോപി സുന്ദറിനെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ആയിട്ട് മാറി നല്ല സ്കോറുകളും കാര്യങ്ങളും വരും. അപ്പം ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, ട്രെയിലറിൽ ആ സ്കോർ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. കിടിലനായിട്ട് കേൾക്കാൻ ആ ഫസ്റ്റ് തൊട്ട് ആ എലവേഷൻ ആയാലും മാസ് ആയാലും ആ സെൻറ്റി ആയാലും നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആ ട്രെയിലർ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ പീക്ക് ട്രെയിലർ ഗൈസ്, പീക്ക് ട്രെയിലർ, ഒരു രക്ഷയില്ലാത്ത ട്രെയിലർ. ലാസ്റ്റ് ഗൈസ് இந்த நடப்போதுமா இன்னும் கொஞ்சம் வேணும் രണ്ടുപേരും കിടന്ന് തളപതിയിലെ പാട്ടിൽ ആക്കി അപ്പറ്റി പോട്. ഇനി ബാക്കിൽ വല്ല സ്ക്രീനിലോ അല്ലെ തിയേറ്ററിലോ വെച്ചോല്ലായിരുന്ന പോലെ ബാക്കിൽ തളപതി വിജയുടെ സിനിമ പാട്ടിങ്ങനെ ഓടുന്നതും കൂടെ ആവുമ്പോൾ 3 പേരും ഒറ്റ സ്ക്രീനിൽ പീക്ക് 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 പീക്ക്. അതൊക്കെ പീക്ക് വേറെ ഇല്ല. കളക്ഷനൊക്കെ സൂപ്പർ തൂക്കിയടിയായിരിക്കും. ആൻഡ് ഇപ്പം തന്നെ ഈ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം തന്നെ ഹൈപ്പ് എന്തായാലും നന്നായിട്ട് കൂടിയിട്ടുണ്ട്, നല്ലതായിട്ട് കൂടും. കാരണം ഒന്നാമതേ ഹൈപ്പ് വൻ ഹൈപ്പാണ്. ലാലേട്ടൻ അവസാനം വരുമെന്നൊക്കെ പറഞ്ഞു. ദിലീപേട്ടൻ ആ പഴയ ഇതിപ്പോൾ ജയിൽ കേസ് ഇതും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇപ്പം ആ സമയം തന്നെ ആ ഡയലോഗ് ഇപ്പം മുക്കിലും മൂലം എന്നെ കുറിച്ചാണ് സംസാരം, നീ എല്ലാവരും ചവിട്ടി താഴ്ത്താൻ നോക്കിയിട്ട് നീ വരുന്നു, അങ്ങനെ എല്ലാം. ഞാൻ പറഞ്ഞില്ലേ, ട്രെയിലറിൽ ഇവർ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു വാക്കുകൾ ഇങ്ങനെയൊക്കെ വന്നാൽ ട്രെയിലർ കത്തും. ഈ ട്രെയിലർ കത്തും. ഇപ്പൊ തന്നെ നല്ല വ്യൂസും കാര്യങ്ങളും ട്രെയിലറിന് വന്നിട്ടുണ്ട്, നല്ല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഗൈസ് പീക്ക് 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 ട്രെയിലർ. ലാലേട്ടന് അണ്ണനും അനിയനും ഒരുമിച്ച് പിന്നെ ബ്ലാസ്റ്റ് ആണ്. രണ്ടുപേരും ഒരുമിച്ച് റെക്കോർഡ് തോപ്പിക്കാൻ ഒരാളുണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. പീക്ക് ട്രെയിലർ ഗൈസ്.